നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെയുള്ള നല്ല മിടുക്കരായ നല്ല കുഞ്ഞുങ്ങളായി തീരേണ്ടതിന് വേണ്ടി മാതാപിതാക്കളായ നമ്മൾ എടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഒന്നാമതായി നോക്കിയാൽ കുഞ്ഞുങ്ങൾ അവരുടേതായ കാര്യത്തിന് വേണ്ടി എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അവരുടെ പ്രായമനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ അവരെ തന്നെ അനുവദിച്ചു കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ നമുക്കറിയാം, ഒരു ചെറിയ ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിൽ അവരെ ഏത് സമയത്തും അവരുടെ പേരൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവരുടേതായ പഠന സംബന്ധമായ കാര്യത്തിലും അല്ലാതുള്ള ആക്ടിവിറ്റീസിനും അവർക്ക് തന്നെ ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ അവരെ തന്നെ അനുവദിക്കണം. ഉദാഹരണം പറഞ്ഞാൽ അവർക്കൊരു പ്രോജക്റ്റ് ചെയ്യണം, അതിനു വേണ്ടി കുറച്ച് പിക്ചേഴ്സിൻ്റെ ആവശ്യമുണ്ട്. സബ്ജക്റ്റ് അനുസരിച്ച് പിക്ചേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി അവരെ തന്നെ അനുവദിക്കണം. പിന്നെ അവർക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അവരുടെ പ്രസൻറ്റേഷന് വേണ്ടി ചില സബ്ജക്റ്റുകൾ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന സബ്ജക്റ്റ് അത് അവർ തന്നെ സെലക്ട് ചെയ്യണം. അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാൻ അവരെ തന്നെ കൊടുക്കണം. സ്കൂളുകളിൽ തന്നെ നടത്തുന്ന സ്പോർട്സിനും ഗെയിംസിനും അവർക്ക് ഏതിനാണോ ചേരാൻ ആഗ്രഹമുള്ളത് അത് സെലക്ട് ചെയ്ത് അതിന് ചേരാൻ വേണ്ടി ഒരു പൂർണ്ണ സ്വാതന്ത്ര്യവും രണ്ടാമത്തെ കാര്യം, അപ്പനും അമ്മയും മക്കളും മാത്രം അടങ്ങുന്ന ചെറിയ കുടുംബത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ കുഞ്ഞുങ്ങളെ നമ്മൾ അനുവദിക്കണം. വലിയ വലിയ കാര്യങ്ങൾക്കല്ല, ചെറിയ തീരുമാനങ്ങൾ. ഒരുപക്ഷെ വീടിൻ്റെ ഒരു ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത്, വീടിൻ്റെ കർട്ടൻ മാറുന്ന സമയത്ത്, ഇല്ലെങ്കിൽ മുറിക്ക് കളർ പെയിൻറ് ചെയ്യുന്ന സമയത്ത് ഏത് കളർ വേണമെന്ന് അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിക്കാം. കർട്ടൻ ഏത് വേണമെന്നൊക്കെ അവരെ കൊണ്ട് സെലക്ട് ചെയ്യിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ അവർക്ക് തന്നെ ഉണ്ടാകാനും ധൈര്യത്തോടെ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യാനും സംസാരിക്കാനുമുള്ള ധൈര്യം കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ടാകും. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്കൂളിൽ എന്തെങ്കിലും സ്പോർട്സ് ആൻഡ് ഗെയിംസ് നടക്കുന്ന സമയത്ത് അവർക്കിഷ്ടമുള്ള കാര്യത്തിന് അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് തോന്നും ഇന്ന കാര്യം കുഞ്ഞ് ചെയ്താൽ, ഒരുപക്ഷെ പ്രസംഗമായിരിക്കാം, പ്രസംഗ മത്സരത്തിന് ചേർന്ന് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ അറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ പ്രൈസ് കിട്ടത്തില്ല. ഇനിയും സ്പോർട്സ് ഐറ്റംസിൽ അത്രയും സ്മാർട്ട് അല്ല എങ്കിൽ ഓടാനും അത്ലറ്റിക്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിന് വിജയിക്കാൻ സാധ്യത കുറവായതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ അതിന് ചേരണ്ട, കാരണം നിങ്ങൾ ചിലപ്പം തോക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ ജീവിതത്തിൽ ചെറിയ ഫെയിലിയറൊക്കെ അവർ കാണട്ടെ. അതിന് തോക്കും എന്ന് കരുതി നമ്മൾ അവരെ അതിന് പങ്കെടുപ്പിക്കാതിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും ഫെയിലിയർ കാണത്തില്ല. വലുതായതിനു ശേഷം ജീവിതത്തിൽ ഫെയിലിയർ കാണുന്ന സമയത്ത് അതവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പരാജയമായി തീരും. അതുകൊണ്ട് ചെറിയ ഫെയിലിയർ അവർ കാണട്ടെ, അതിനെ എങ്ങനെ ഓവർകം ചെയ്യട്ടെ എന്ന് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ അവർക്കതിന് ഉള്ള കഴിവുണ്ടാകണം. ചെറിയ ക്ലാസ്സുകളിലെ തോൽവി എന്ന് പറയുന്നത് അവരുടെ വളർച്ചയുടെ ആരംഭം മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് തോൽവിയെ ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും കുഞ്ഞുങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അമിതമായ രീതിയിൽ കെയർ കൊടുക്കാതിരിക്കുക. പല കാര്യങ്ങൾക്കും നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കത്തില്ല. നമ്മൾ അവരെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത് കൊണ്ട് അവർ വീഴുമോ, ഇല്ലെങ്കിൽ അവർക്ക് സങ്കടമാകുമോ, അവർക്ക് അവിടെ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ ഈ മാതാപിതാക്കൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് അമിതമായ കെയർ കൊടുക്കാതെ കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് വിടുക. തന്നെ ക്ലാസ്സുകളിൽ മറ്റു കുട്ടികളിൽ നിന്നും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, ചില സമയത്ത് മറ്റു കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് നമ്മുടെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി കളിയാക്കുന്ന സന്ദർഭങ്ങളുണ്ട്, ഒറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വീട്ടിൽ വന്ന് വളരെ സങ്കടത്തോടെ പറയുമ്പം അവർ പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ടിരിക്കണം. അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
ഒരു കുറേ സമയം വരെ പല കാര്യങ്ങളും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ അവരെ പഠിപ്പിക്കാം. ഇഗ്നോർ ചെയ്യാം. ഇനി മറുപടി പറഞ്ഞു കൊടുക്കാൻ, വഴക്കുണ്ടാക്കാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പേരൻസും അവരെ പഠിപ്പിക്കണം. നമ്മൾ ഉടനെ ആ കുട്ടിയുടെ പേരൻറ്റിനെ പോയി കണ്ട് പേരൻസ് തമ്മിലൊരു സംസാരം ഉണ്ടാകാതെ കഴിവതും കുഞ്ഞുങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇതുപോലുള്ള വിഷയങ്ങൾ അവരെ കൊണ്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിയൊന്നും ചെയ്തിട്ടും ശരിയാകുന്നില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞിനോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, ആ വ്യക്തിയിൽ നിന്നും കുറേ മാറി നിൽക്കുക. പിന്നെ കംഫർട്ടബിളായ മറ്റൊരു മറ്റൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇതിനേക്കാളും എല്ലാം ഉപരിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആത്മവിശ്വാസം കിട്ടുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്ന്, മാതാപിതാക്കളുടെ സംസാരത്തിൽ നിന്ന്. നമ്മൾ അവർക്കുണ്ടാകുന്ന ഓരോ അനുഭവത്തിലും, ഫെയിലിയർ ആണെങ്കിലും ഇതുപോലെ കുറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അവരുടെ കൂടെ നിന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നവരെ ധൈര്യപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ആത്മവിശ്വാസവും ധൈര്യവും ഉള്ള കുഞ്ഞുങ്ങളായി വളരുന്നതും നല്ല ഒരു ഭാവി അവർക്കുണ്ടാകുന്നതും കാണാൻ കഴിയും.